ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കഷ്ടരാത്രിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇയ്യോബിനെക്കുറിച്ച് സംസാരിച്ചു. ഇയ്യോബ് അനുഭവിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ എന്താണ് കഷ്ടരാത്രി? ഇയ്യോബ് തൻ്റെ കഷ്ടരാത്രിയിൽ ദൈവത്തോട് പറയുന്നത് എന്താണ്? കഷ്ടരാത്രി എനിക്ക് ഓഹരിയായി തീർന്നു എന്നാണ് ഇയ്യോബ് ക്ലെയിം ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചു കേട്ടതാണ്. ഇനി നമുക്ക് ബാക്കി ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ. അതായത് കഷ്ടതയിലൂടെ കടന്നുപോയ, ഒറ്റയ്ക്കായി പോയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരാളാണ് യാക്കോബ് എന്ന് പറയുന്നതും. അപ്പം യാക്കോബിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അതായത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച്, അതായത് വചനം വായിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് അർഹനായ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടി, താൻ ജനിക്കുന്നതിന് മുൻപേ ദൂതൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു മനുഷ്യനാണ് യാക്കോബ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇത്ര അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടും താൻ എന്താ ചെയ്തത്? തനിക്ക് തൻ്റെ സ്വന്തം ദേശത്ത് നിൽപ്പാൻ കഴിയാതെ വണ്ണം തൻ്റെ സഹോദരനെ പേടിച്ച് ലാബാൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം യാക്കോബ് തിരികെ വരുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ഏശാവ് 400 പേരായിട്ട് വന്ന് തന്നെ കൊല്ലാൻ വരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്ക് യാക്കോബ് ആകെ ഭയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ആരാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു പേടി വരുമല്ലോ. അതുപോലെ യാക്കോബും പേടിച്ചു. തന്നെയും തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യമാരെയും കൊല്ലുമെന്നുള്ള ഒരു പേടി യാക്കോബിന് വന്നു. അങ്ങനെ അതൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് ഇങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ 2 കൂട്ടമായിട്ട് തിരിച്ചിട്ട്, അങ്ങനെ ഒന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റവർക്ക് ഓടി രക്ഷപ്പെടാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ യാക്കോബ് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവർ നടന്ന് ഒരു ആറിൻ്റെ തീരത്തെത്തിയപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തെ എല്ലാം ആറിൻ്റെ അക്കരെ കടത്തിയിട്ട് ഒറ്റയ്ക്ക് യാക്കോബ് ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഇക്കരെ യാക്കോബ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒറ്റയ്ക്ക് തൻ്റെ കുടുംബമെല്ലാം അപ്പുറത്തുമായി താൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദൈവപുരുഷൻ അവിടേക്ക് വന്നതും യാക്കോബ് ഒറ്റയ്ക്ക് ആ ദൈവപുരുഷനോട് മല്ല് പിടിക്കേണ്ടി വരികയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അന്ന് രാത്രിയിൽ തനിക്കറിയാം തൻ്റെ കുടുംബം നഷ്ടപ്പെടും, തൻ്റെ ഭാര്യമാർ കൊല്ലപ്പെടും, തൻ്റെ മക്കൾ നശിക്കും, നമ്മുടെ മക്കളെ കൊല്ലും എന്നുള്ള ഒരു ഭയം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യാക്കോബിനെ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് ആ ഒരു കരയിൽ, മറുകരയിൽ എന്താണ്? ഒറ്റയ്ക്കാണ്. തൻ്റെ കുടുംബം എല്ലാം അപ്പുറത്ത് ആറിൻ്റെ അക്കരെ കടന്നു. ഇപ്പം താൻ ഒറ്റയ്ക്കാണ്, തനിക്ക് അവിടെ ആരുമില്ല. അപ്പം തൻ്റെ ജീവിതത്തിൽ ആകെ ഉള്ളതൊരു ഭയം മാത്രമാണ്. നാളെ ഈ സമയത്ത്, നാളെ നേരം വെളുക്കുമ്പോൾ താനും തൻ്റെ കുടുംബവും ജീവനോടെ കാണത്തില്ല എന്നുള്ള ഒരു ഭയം യാക്കോബിനുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതനുമായി മല്ല് പിടിക്കുന്ന ആ ഒരു സംഭവം നമ്മളവിടെ കാണുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാക്കോബ് എന്ത് ചെയ്തു? ആ ദൈവപുരുഷൻ്റെ കയ്യിൽ നിന്ന്, ആ ദൂതൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് യാക്കോബ് പോയത്. അന്ന് താൻ കഷ്ടത അനുഭവിച്ചെങ്കിലും, അന്ന് രാത്രിയിൽ തൻ്റെ ജീവിതത്തിൽ മരണഭയം ഉണ്ടായിരുന്നുവെങ്കിലും പിറ്റേ ദിവസമായപ്പോൾ യാക്കോബ്, ഉബായി എന്നർത്ഥമുള്ള യാക്കോബ്, പിറ്റേ ദിവസം വെളിച്ചമായപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ ജീവിതം ആകെ മാറി. യാക്കോബ് എന്നുള്ളവൻ ഇസ്രായേൽ എന്നായി മാറി. അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി, അല്ലേ? അപ്പോൾ അന്ന് അവൻ കഷ്ടത അനുഭവിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്? പിറ്റേ ദിവസം അവൻ്റെ പേര് മാറാൻ ഇടയായി തീർന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വല്ലാത്ത വേദനിപ്പിക്കുന്നുണ്ടാവാം. ചില പഴയ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളെ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവം നമ്മുടെ അവസ്ഥ നന്നായി അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവം ഒരിക്കലും നമ്മളെ തനിച്ചാക്കി വിടുകയില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു എക്സാം ഹോളാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാനാണ് എക്സാം ഹോളിലെ ഇൻവിജിലേറ്ററായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർവിഷൻ നടത്തുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ എൻ്റെ ക്ലാസ്സിലിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ ക്ലാസ്സിനെ ഒരു സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി എനിക്കാണ്. കാരണം എൻ്റെ മുകളിലുള്ള അതോറിറ്റിയിലുള്ളവർ ചിലപ്പം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ ക്യാമറയിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലേ? അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ സൈലൻ്റായിട്ടിരുന്നാണോ എക്സാം എഴുതുന്നത്,
അതായത് അവർ കോപ്പി അടിക്കുന്നുണ്ടോ എന്നെല്ലാം ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവിജിലേറ്റർ തൻ്റെ സ്റ്റുഡൻസിനെ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളോട് ആൻസർ ചോദിക്കുവാണ്, മിസ്സേ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അവരിന്ന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അവർക്ക് നാളെ ഒരു ബെറ്റർ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതായത് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് നല്ലൊരു ലൈഫ് അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവരിന്ന് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് കണ്ണടച്ച്, അതായത് നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും. അതായത് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പോൾ ഇതേപോലെയാണ് ദൈവം നമ്മളെ ഒരു പരീക്ഷണശാലയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില കഷ്ടതകളൊക്കെ ദൈവത്തിൻ്റെ സൂപ്പർവിഷനിലായിരിക്കും നടക്കുന്നത്. നമ്മൾ വിചാരിക്കും, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരുപാട് തവണ കരഞ്ഞു, നമ്മൾ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടും ദൈവം എന്തുകൊണ്ട് നമുക്കൊരു ഉത്തരം തരുന്നില്ല, ദൈവം എന്തുകൊണ്ടൊരു ആൻസർ തരുന്നില്ല, ദൈവം എന്താണ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്നാലും ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിനറിയാം, ഇന്ന് അതായത് ഇപ്പോൾ നീ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നീ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നാളെ നിനക്കൊരു ബെറ്റർ റിസൾട്ട്, അല്ലെങ്കിൽ നിൻ്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ, നിനക്ക് നാളെ ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഇന്ന് നീ ക്ഷമയോടെ കാത്തിരിക്കണം. അതായത് നീ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിനക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, സൈലൻ്റായിട്ടിരിക്കുന്നത്. ഒരിക്കലും ദൈവം നമ്മളെ തനിച്ചാക്കി അവിടെ നിന്ന് പോവല്ല. ദൈവം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയല്ല. കാരണം ദൈവം ക്ഷമയോടെ നോക്കുവാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്, അതായത് നമ്മൾ ദൈവത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതെല്ലാം ദൈവം അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ട് കാലത്തൊക്കെ ഈ ഫോട്ടോ എടുക്കുന്നവർ ഈ നെഗറ്റീവ് ഒരു വേർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഭയങ്കര ഇരുട്ടുള്ള മുറിയിൽ ഇതിനെ വെക്കും. എന്നിട്ട് കുറേ കെമിക്കലിനകത്തൊക്കെ ഈ നെഗറ്റീവിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ മുക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നത്. അപ്പം അവിടെ ആരെങ്കിലും അത് മുക്കി വെച്ചേക്കുന്ന സമയത്ത് ആരെങ്കിലും ലൈറ്റ് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെളിഞ്ഞു വരുന്ന ചിത്രം അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അത് നശിച്ചു പോകത്തേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുപോലാണ് നമ്മുടെ ലൈഫിലും. അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വരുന്ന ഇരുണ്ട സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരിക്കും. നമ്മളപ്പോൾ അത് ധൃതിപ്പെട്ട് നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ദൈവത്തോട് മല്ല് പിടിച്ച് എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ധൃതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ അളവിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നാളെ നല്ലൊരു ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തുള്ളൂ. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പകൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം, പ്രകാശവർഷങ്ങളെ കാണാം, ചന്ദ്രൻ വളരെ ശോഭയോടുകൂടി തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്കതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകൽ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ രാത്രിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. അതായത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന കഷ്ടരാത്രിയിൽ, അതായത് നമ്മുടെ വേദനയേറിയ അനുഭവത്തിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. അതിൽ കൂടുതൽ ഭാഗ്യം നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു സമയം നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ നാളെ ഉറപ്പായിട്ടും ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉദിക്കും. അതായത് നാളെ പകൽ വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ പകലുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കഷ്ടതയെല്ലാം മാറി ഇയ്യോബിന് ദൈവം ഇരട്ടിയായ അനുഗ്രഹം കൊടുത്തതുപോലെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ദൈവം ഇരട്ടിയായിട്ട് തരാൻ ശക്തിയുള്ള ദൈവമാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ രാത്രിയുടെ അനുഭവത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറയാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ മാത്രം ശ്രമിക്കുക. ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അവൻ നമ്മുടെ അപ്പനല്ലേ. ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. കാരണം ദൈവം തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്ന ദൈവമല്ല, അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമുക്കതുകൊണ്ട് ഇതൊന്നും ഓർത്ത് ഭാരപ്പെട്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഈ ഒരു കഷ്ടത എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാവും, നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? വിശ്വാസത്തോടെ ക്ഷമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. ഓക്കെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.